ഹായ് ഫ്രണ്ട്സ്, ഹോം ഗാലറിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്ക് ഫേസ് 2-ൽ നിന്നും 3 കിലോമീറ്റർ മാത്രം മാറി സ്ഥിതി ചെയ്യുന്ന ഒരു വില്ല കമ്മ്യൂണിറ്റിയിലാണ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത്. 4.25 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 1950 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി ഏരിയ കൂടി ഉൾപ്പെടുത്തിയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഇൻഫോ പാർക്കിലേക്ക് 3 കിലോമീറ്ററും പുതുതായി വരാൻ പോകുന്ന മെട്രോ സ്റ്റേഷനിലേക്ക് 4 കിലോമീറ്ററും കാക്കനാട് ടൗണിലേക്ക് 5.5 കിലോമീറ്ററും ഇടപ്പള്ളി ഭാഗത്തേക്ക് വരുന്ന ദൂരം 11 കിലോമീറ്ററുമാണ്. വീതിയുള്ള ടാറിംഗ് റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. വലിയൊരു സ്ലൈഡിംഗ് ഗേറ്റും ഫോൾഡിംഗ് ഗേറ്റുകളും കൊടുത്താണ് ഈ വീടിന്റെ മെയിൻ ഗേറ്റുകൾ നിർമ്മിച്ചിരിക്കുന്നത്. വലിയൊരു SUV കാർ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇവിടെ നൽകിയിട്ടുണ്ട്. ചുറ്റുഭാഗത്തെല്ലാം ആവശ്യത്തിന് സ്പേസ് കൊടുത്തു തന്നെയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീടിന്റെ പ്രധാന ജലസ്രോതസ് എന്ന് പറയുന്നത് കിണർ വെള്ളം തന്നെയാണ്. കൂടാതെ KWA കണക്ഷനും അവൈലബിൾ ആണ്. 3-4 ആളുകൾക്ക് ഇരിക്കാൻ പാകത്തിന് ഗ്രാനൈറ്റിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു സിറ്റ് ഔട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കൂടുതൽ വിശേഷങ്ങൾക്കായി നമുക്ക് ഇനി വീടിന്റെ അകത്തേക്കൊന്ന് കടന്നു ചെല്ലാം. മെയിൻ ഡോർ തുറന്ന് നേരെ പ്രവേശിക്കുന്നത് വീടിന്റെ ലിവിംഗ് സ്പേസിലേക്കാണ്. അത്യാവശ്യം വിശാലമായ ഒരു ലിവിംഗ് ഏരിയ തന്നെയാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. വാൾപേപ്പറൊക്കെ നൽകി മനോഹരമാക്കി തന്നെയാണ് ലിവിംഗ് ഏരിയ കൊടുത്തിരിക്കുന്നത്. ലിവിംഗ് ഏരിയയിൽ നിന്ന് നമ്മൾ നേരെ കടന്നു ചെല്ലുന്നത് വീടിന്റെ ഡൈനിങ് സ്പേസിലേക്കാണ്. ലിവിംഗ് ഏരിയയിൽ നിന്നും ഡൈനിങ് സ്പേസിൽ നിന്നും ഒരേപോലെ TV കാണാവുന്ന രീതിയിൽ തന്നെയാണ് TV യൂണിറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഏരിയയുടെ ഒരു ഭാഗത്തായി സ്റ്റെയർവേക്ക് താഴെ ഒതുങ്ങിമാറി തന്നെയാണ് വാഷ് കൗണ്ടർ നിർമ്മിച്ചിരിക്കുന്നത്. ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എങ്കിൽ തന്നെയും ലിവിംഗ് ഏരിയയിൽ നിന്നും നല്ലപോലെ തന്നെ പ്രൈവസി ലഭിക്കുന്ന രീതിയിലാണ് കിച്ചൺ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വളരെ വിശാലമായ ഒരു കിച്ചൺ തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ലൈറ്റ് ബ്ലൂ ഷെയ്ഡിലാണ് കിച്ചൺ കബോർഡ് കൊടുത്തിരിക്കുന്നത്. താഴെയും മുകളിലുമായി ഒത്തിരി കബോർഡ് വർക്കുകൾ നമുക്കിവിടെ കാണാം. 2 പോർഷനുകളായി തിരിച്ച ഒരു കിച്ചൺ ഏരിയയാണ് ബിൽഡർ ഇവിടെ നൽകിയിരിക്കുന്നത്. കൃത്യമായി വാസ്തുപരമായി തന്നെയാണ് ഈ അടുക്കള വരുന്നത്. അടുത്തതായി നമുക്ക് നേരെ ഈ വീട്ടിലെ 1ാമത്തെ ബെഡ്റൂമിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. ഏകദേശം 12 അടിയോളം വലിപ്പം വരുന്ന ഒരു ബെഡ്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ലൈറ്റ് ബ്ലൂ ഷെയ്ഡിൽ വരുന്ന നല്ലൊരു കബോർഡ് വർക്കും നമുക്ക് ഈ ഭാഗത്തായി കാണാൻ സാധിക്കുന്നുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമിൽ കൂടി തന്നെയാണ് ഈ ബെഡ്റൂം നിർമ്മിച്ചിരിക്കുന്നത്. മനോഹരമായ ഒരു ടൈൽ പാറ്റേൺ തന്നെയാണ് ഇവിടെ ബിൽഡർ ചൂസ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി വീട്ടിലെ 2ാമത്തെ ബെഡ്റൂം ഒന്ന് കണ്ടുനോക്കാം. ഒരു സ്റ്റാൻഡേർഡ് സൈസിൽ തന്നെയാണ് ഈ ബെഡ്റൂം നിർമ്മിച്ചിരിക്കുന്നത്. 3 പാളികളുള്ള ഒരു വാർഡ്രോബും അതിനോട് കൂടെ തന്നെ ഡ്രസ്സിംഗ് ടേബിളും ഒരു സൈഡിലായി സ്റ്റഡി ടേബിളും ബിൽഡർ നൽകിയിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമിനോട് കൂടി തന്നെയാണ് ബെഡ്റൂം നിർമ്മിച്ചിരിക്കുന്നത്. ഇത്രയൊക്കെയാണ് ഈ വീടിന്റെ താഴത്തെ നിലയിൽ വരുന്നത്. നമുക്കിനി നേരെ ഈ വീടിന്റെ 1ാമത്തെ നിലയിലേക്ക് ഒന്ന് പോയി നോക്കാം. GA ട്യൂബിൽ ഉടൻ ടോപ്പ് കൊടുത്താണ് ഹാൻഡ് റെയിൽ നിർമ്മിച്ചിരിക്കുന്നത്. സ്റ്റെയർവേയിൽ മുഴുവനായി ഗ്രാനൈറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നതും. ഫസ്റ്റ് ഫ്ലോറിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മൾ വിശാലമായൊരു ലിവിംഗ് സ്പേസ് ആണ് ആദ്യമായി കാണുന്നത്. ലിവിംഗ് ഏരിയയുടെ ഒരു ഭാഗത്തായി TV യൂണിറ്റ് ഒക്കെ നിർമ്മിച്ചിട്ടുണ്ട്. നമുക്കിനി നേരെ ഈ വീടിന്റെ യൂട്ടിലിറ്റി ഏരിയ ഒന്ന് കണ്ടു നോക്കാം. ഷീറ്റ് കൊണ്ട് കവർ ചെയ്താണ് യൂട്ടിലിറ്റി ഏരിയ നിർമ്മിച്ചിരിക്കുന്നത്. വാഷിംഗ് മെഷീൻ വെക്കുന്നതിനായിട്ടുള്ള പോയിന്റ് ഒക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. നമുക്കിനി വീട്ടിലെ 3ാമത്തെ ബെഡ്റൂമിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. താഴത്തെ നിലയിൽ കണ്ടതുപോലെ തന്നെ നല്ല മനോഹരമായ കബോർഡ് വർക്ക് തന്നെയാണ് ഈ റൂമിൽ നൽകിയിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമിൽ കൂടി തന്നെയാണ് ബെഡ്റൂം നിർമ്മിച്ചിരിക്കുന്നതും. ഫുള്ളി ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് ആണ് ഈ വീട്ടിൽ മുഴുവനായി യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മളിനി നോക്കാൻ പോകുന്നത് ഈ വീട്ടിലെ 4ാമത്തെയും അവസാനത്തെയും ബെഡ്റൂമാണ്. ഈ വീട്ടിലെ ഏറ്റവും വിശാലമായ ബെഡ്റൂമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ബെഡ്റൂമിന്റെ ഒരു ഭാഗത്തായി വാർഡ്രോബും കൂടാതെ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റും ബിൽഡർ സെപ്പറേറ്റ് ആയി നൽകിയിട്ടുണ്ട്. ഈ വീട്ടിലെ 4 ബെഡ്റൂമുകളും അറ്റാച്ച്ഡ് ആക്കി തന്നെയാണ് ബിൽഡർ നിർമ്മിച്ചിരിക്കുന്നത്. അവസാനമായി നമ്മളിനി കടന്നു ചെല്ലുന്നത് ഈ വീടിന്റെ മെയിൻ ബാൽക്കണിയിലേക്കാണ്. അത്യാവശ്യം നീളമേറിയൊരു ബാൽക്കണി തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 8-10 ആളുകൾക്കൊക്കെ സുഖമായി ചേർട്ടിരിക്കാവുന്ന രീതിയിൽ വളരെ വിശാലമായ ഒരു ബാൽക്കണി തന്നെ നമുക്കിവിടെ കാണാം. വീടുമായി ബന്ധപ്പെട്ട എല്ലാവിധ വിശേഷങ്ങളും നമ്മൾ ഏകദേശം പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി അറിയേണ്ടത് ഈ വീടിന്റെ വിലയെ പറ്റിയാണ്. 4.25 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 1970 സ്ക്വയർ ഫീറ്റിൽ ഇൻഫോ പാർക്കിനോട് ഏറ്റവും അടുത്ത്, അതായത് 3 കിലോമീറ്റർ മാത്രം മാറി സ്ഥിതി ചെയ്യുന്ന ഈ 4 ബെഡ്റൂം വീടിന് ബിൽഡർ ചോദിക്കുന്ന വില 1 കോടിയാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. ഈ വീട് നെഗോഷിയേറ്റ് ചെയ്ത് നല്ലൊരു വിലയിൽ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉടൻ തന്നെ ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ്. ഇന്നത്തെ വിശേഷങ്ങൾ ഏകദേശം നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു. മറ്റൊരു ദിവസം പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം.